ഭൂമിയിലേക്ക് ഒരു ചിഹ്നഗ്രഹം ഇടിച്ചിറങ്ങാൻ സാധ്യതയുള്ളതായി റിപ്പോർട്ട്. US ബഹിരാകാശ ഏജൻസിയായ നാസയാണ് ഇത് സംബന്ധിച്ച റിപ്പോർട്ട് പുറത്തുവിട്ടത്. ഭൂമിയിലേക്ക് ഒരു ചിഹ്നഗ്രഹം ഇടിച്ചിറങ്ങാൻ 72% സാധ്യതയുണ്ടെന്ന വിലയിരുത്തലുമായി US ബഹിരാകാശ ഏജൻസിയായ നാസ. കൃത്യമായി പറഞ്ഞാൽ 2038 ജൂലൈ 12-ന് ഈ ചിഹ്നഗ്രഹം ഭൂമിയിൽ പതിക്കും. മണിക്കൂറിൽ 16,500 കിലോമീറ്റർ വേഗതയിലാണ് ഭൂമിയെ ലക്ഷ്യമിട്ടുള്ള ചിഹ്നഗ്രഹത്തിന്റെ സഞ്ചാരം. അതേസമയം ഈ ചിഹ്നഗ്രഹത്തിന്റെ വലിപ്പം, ഘടന, ദീർഘകാല പാത എന്നിവ കൃത്യമായി നിർണ്ണയിക്കാൻ കഴിഞ്ഞിട്ടില്ലെന്ന് നാസ പറഞ്ഞു. മേരിലാൻഡിലെ ലോറലിലുള്ള ജോൺസ് ഹോപ്കിൻസ് അപ്ലൈഡ് ഫിസിക്സ് ലാബോറട്ടറിയിൽ നടന്ന നിരീക്ഷണത്തിലാണ് ഇക്കാര്യം മനസ്സിലായത്. നാസയുടെ ഇരട്ട ചിഹ്നഗ്രഹ റിയാക്ഷൻ ടെസ്റ്റിൽ നിന്നുള്ള വിവരങ്ങൾ ഉപയോഗിക്കുന്ന ആദ്യ പരീക്ഷണം കൂടിയാണിത്. നാസയെ കൂടാതെ വിവിധ US സർക്കാർ ഏജൻസികളിൽ നിന്നും അന്താരാഷ്ട്ര ഏജൻസികളിൽ നിന്നുമുള്ള 100ഓളം പ്രതിനിധികളും പരിപാടിയിൽ പങ്കെടുത്തു. ഭാവിയിൽ ചിഹ്നഗ്രഹ ഭീഷണികളൊന്നുമില്ലെങ്കിലും അപകടകരമായ ഒരു ചിഹ്നഗ്രഹം ഭൂമിയെ മറികടന്നു പോകാൻ സാധ്യതയുള്ളതായും നാസ വിലയിരുത്തുന്നു. എന്നാൽ വെല്ലുവിളി നിറഞ്ഞ സാഹചര്യങ്ങൾ എങ്ങനെ നേരിടുമെന്നും ചിഹ്നഗ്രഹത്തിന്റെ ആഘാതം തടയാൻ നടപടിയെടുക്കാനുമുള്ള സാങ്കേതിക വിദ്യയുണ്ടെന്നും നാസ ആസ്ഥാനത്തെ പ്ലാനറ്ററി ഡിഫൻസ് ഓഫീസർ ലിൻഡ്ലി ജോൺസൺ പറഞ്ഞു. NEO സർവേയർ ഇൻഫ്രാറെഡ് ബഹിരാകാശ ദൂരദർശിനിയാണ്. ഭൂമിക്ക് ആഘാതമുണ്ടാക്കാൻ സാധ്യതയുള്ള ചിഹ്നഗ്രഹങ്ങളെ വർഷങ്ങൾക്ക് മുൻപ് തന്നെ ഇവ കണ്ടെത്താൻ സഹായിക്കുന്നു. നാസയുടെ NEO സർവേയർ 2028 ജൂണിൽ വിക്ഷേപിക്കും. ന്യൂസ് ഡെസ്ക്, കേരള വിഷൻ ന്യൂസ്.